സമ്പന്നമായിരിക്കെ കേരളത്തിലെ പ്രബലമായ രണ്ട് ഹൈന്ദവ സാമുദായിക സംഘടനകളായ SNDP യോഗവും NSSും തമ്മിലുള്ള ഐക്യസാധ്യതകൾ വീണ്ടും സജീവമാക്കി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയിരിക്കുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ കാലമായി NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുമായി നിലനിന്നിരുന്ന കടുത്ത വിയോജിപ്പുകൾ മാറ്റിവെച്ച് ഒരു വിട്ടുവീഴ്ച മനോഭാവത്തോടെയുള്ള നീക്കമാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ നടത്തുന്നത്. SNDP യോഗത്തിന്റെ മുഖപത്രമായ യോഗാനാഥത്തിലൂടെ അദ്ദേഹം നടത്തിയ ആഹ്വാനം കേവലം ഒരു സാമുദായിക സന്ദേശം എന്നതിലുപരി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിയെഴുതാൻ ലക്ഷ്യമിട്ടുള്ള കൃത്യമായ തന്ത്രമായാണ് വിലയിരുത്തപ്പെടുന്നത്. കേരളത്തിലെ ഭൂരിപക്ഷ സമുദായം രാഷ്ട്രീയമായ ഭിന്നതകൾ മൂലം ഭരണകൂടങ്ങളിൽ നിന്നും അധികാര കേന്ദ്രങ്ങളിൽ നിന്നും അവഗണിക്കപ്പെടുകയാണെന്നും സംഘടിതരായ മതന്യൂനപക്ഷങ്ങളുടെ സമ്മർദ്ദ രാഷ്ട്രീയത്തിന് മുന്നിൽ ഹിന്ദു സമുദായം നിസ്സഹായരായി മാറുകയാണെന്നും വെള്ളാപ്പള്ളി ഉയർത്തുന്ന പ്രധാന വിമർശനം ഇവയാണ്. ജാതിയുടെ പേരിൽ പരസ്പരം പോരടിച്ചു നിൽക്കുന്നത് ഹൈന്ദവ സമൂഹത്തിന്റെ അധോഗതിക്ക് മാത്രമേ കാരണമാകൂ എന്നും സമാധാന ചിന്താഗതിയുള്ളവർ ഒന്നിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞുവെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്നു. മനുഷ്യന്റെ സുഖദുഃഖങ്ങൾ ഒരുപോലെയാണെന്നിരിക്കെ അതിൽ ജാതിക്കും മതത്തിനും അതീതമായ ഒരു ഐക്യം ഉണ്ടാകണമെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഭൂരിപക്ഷ സമുദായങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഒരു പൊതുവേദി അനിവാര്യമാണെന്ന വാദം അദ്ദേഹം ശക്തമായി മുന്നോട്ട് വെക്കുമ്പോഴും അതിലേക്കുള്ള പാത അത്ര സുഗമമല്ല എന്നാണ് ചരിത്രം വ്യക്തമാക്കുന്നത്. തന്നെ വ്യക്തിപരമായി വേട്ടയാടുമ്പോൾ സമുദായത്തിനുള്ളിലെ തന്നെ കുലംകുത്തികളാണെന്ന കടുത്ത പരാമർശം അദ്ദേഹം ലേഖനത്തിൽ നടത്തുന്നുണ്ട്. എതിർപ്പുകളെ അതിജീവിച്ചുകൊണ്ട് തന്നെ NSSനെ പ്രകോപിപ്പിക്കാതെ ഒരു സമവായത്തിന്റെ വഴി തുറക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. സുകുമാരൻ നായരെ നേരിട്ട് വിമർശിക്കാതെ സമാന ചിന്താഗതികൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് NSSന് മുന്നിൽ ഒരു ഐക്യത്തിന്റെ പാലം നിർമ്മിക്കുകയാണ് വെള്ളാപ്പള്ളി ചെയ്തിരിക്കുന്നത്. എന്നാൽ കേരള രാഷ്ട്രീയത്തിൽ മുൻപ് നടന്ന പല ഐക്യ ശ്രമങ്ങളും പരാജയപ്പെട്ടതിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ വെള്ളാപ്പള്ളിയുടെ ഈ പുതിയ നീക്കം എത്രത്തോളം വിജയിക്കുമെന്നതിൽ സംശയങ്ങൾ ഏറെയാണ്. മുമ്പ് ഹിന്ദു പാർലമെന്റ് എന്ന പേരിൽ നടന്ന പരീക്ഷണങ്ങൾ രാഷ്ട്രീയമായ നിലപാടുകളിലെ വൈരുദ്ധ്യം മൂലം പാതി വഴിയിൽ നിലയ്ക്കുകയായിരുന്നു. G. സുകുമാരൻ നായർ എന്നും മുറുകെ പിടിക്കുന്നത് NSSന്റെ ശരിദൂര സിദ്ധാന്തമാണ്. ഇത് പലപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിലെ UDFനോട് ചേർന്ന് നിൽക്കുന്നതാണ്. പ്രത്യേകിച്ച് ശബരിമല വിഷയത്തിലും മുന്നോക്ക സംവരണത്തിലും സുകുമാരൻ നായർ എടുത്ത ഉറച്ച നിലപാടുകൾ UDFന് വലിയ കരുത്തായിരുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പരസ്യമായി UDFനെ പിന്തുണച്ച NSSന് അപ്രതീക്ഷിതമായി LDFന് ലഭിച്ച ഭരണ തുടർച്ച വലിയൊരു തിരിച്ചടിയായിരുന്നു. ഈ സാഹചര്യത്തിൽ വെള്ളാപ്പള്ളിയുടെ ഐക്യനീക്കത്തോട് NSS എങ്ങനെ പ്രതികരിക്കും എന്നത് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. ഐക്യമെന്ന മുറവിളി ഉയരുമ്പോഴും അടിസ്ഥാനപരമായ പല വിഷയങ്ങളിലും ഇരു സംഘടനകളും രണ്ട് തട്ടിലാണ് എന്നത് യാഥാർത്ഥ്യമാണ്. പ്രധാനമായും സംവരണ വിഷയത്തിൽ NSSും SNDPയും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. മുന്നോക്ക വിഭാഗങ്ങളിലെ പിന്നോക്കക്കാർക്ക് ഏർപ്പെടുത്തിയ 10% സംവരണം NSSന്റെ വിജയമായി സുകുമാരൻ നായർ ഉയർത്തിക്കാട്ടുമ്പോൾ അത് പിന്നോക്ക സമുദായങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നതാണെന്ന് വെള്ളാപ്പള്ളിയുടെ നിലപാടാണ്. BDJS എന്ന രാഷ്ട്രീയ പാർട്ടി വഴി NDA മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന വെള്ളാപ്പള്ളിയുടെ ഈ ഐക്യനീക്കം BJPയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് NSS സംശയിക്കുന്നുണ്ട്. നായർ സമുദായത്തെ BJP പാളയത്തിലെത്തിക്കാനുള്ള ഒരു രാഷ്ട്രീയ അജണ്ട ഇതിന് പിന്നിലുണ്ടോ എന്ന ഭയമാണ് സുകുമാരൻ നായരെ ഈ നീക്കത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നത്. കൂടാതെ ഹൈന്ദവ ഐക്യത്തിന്റെ നേതൃസ്ഥാനം ആര് വഹിക്കുമെന്ന കാര്യത്തിലുള്ള തർക്കങ്ങളും ഈ നേതാക്കൾക്കിടയിലുള്ള വ്യക്തിപരമായ മുൻഗണനയും മുൻപ് പല ഐക്യ നീക്കങ്ങളെയും തകർത്തിട്ടുണ്ട്. സാമുദായിക നേതാക്കൾ എന്ന നിലയിൽ തങ്ങളുടെ സ്വാധീനം വിട്ടുകൊടുക്കാൻ രണ്ടുപേരും തയ്യാറാകില്ല. എങ്കിലും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സമുദായങ്ങളുടെ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കാൻ ഒരു ഐക്യവേദി ഉപകരിക്കുമെന്ന് വെള്ളാപ്പള്ളി കരുതുന്നു. കേരളത്തിലെ ജനസംഖ്യാനുപാതികമായ നീതി ഉറപ്പാക്കാൻ ഭൂരിപക്ഷ സമുദായങ്ങളുടെ ഏകീകരണം അനിവാര്യമാണെന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിൽ ഓശാരം പാടാതെ സ്വന്തം ശക്തി തെളിയിക്കണമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. സുകുമാരൻ നായരെ പിണക്കാതെ കൂടെ നിർത്താൻ കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയായി മാറാൻ തനിക്ക് സാധിക്കുമെന്നും വെള്ളാപ്പള്ളിക്കറിയാം. വെള്ളാപ്പള്ളിയുടെ ഈ ആഹ്വാനത്തോടെ NSS നേതൃത്വം ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. എങ്കിലും സമുദായത്തിനുള്ളിലെ യുവാക്കളുടെയും സമാന ചിന്താഗതിക്കാരുടെയും ഇടയിൽ ഇത്തരം ഒരു ഐക്യനീക്കം ചർച്ചയാകുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ ഹൈന്ദവ വോട്ടുകളെ ഭിന്നിപ്പിച്ചുകൊണ്ട് അധികാരം നിലനിർത്തുന്ന തന്ത്രമാണ് പയറ്റുന്നതെന്നും അതിനെ പ്രതിരോധിക്കാൻ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ഒന്നിക്കണമെന്നും സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം വാദിക്കുന്നുണ്ട്. എന്നാൽ രാഷ്ട്രീയ നിലപാടുകളിലെ ചേരിതിരിവ് തുടരുന്നിടത്തോളം കാലം ഈ ഐക്യം കേവലം കടലാസപ്പൊലിയായി മാറാനാണ് സാധ്യത. വരും ദിവസങ്ങളിൽ NSS നേതൃത്വത്തിന്റെ പ്രതികരണം എന്താകുമെന്ന് നോക്കിയാൽ മാത്രമേ കേരള രാഷ്ട്രീയത്തിലെ പുതിയ ധ്രുവീകരണത്തിന്റെ ഗതി മനസ്സിലാക്കാൻ സാധിക്കൂ. ഒരു വലിയ രാഷ്ട്രീയ ഭൂകമ്പത്തിനുള്ള വിത്തുകൾ പാകിക്കൊണ്ട് വെള്ളാപ്പള്ളി നടത്തിയ ഈ നീക്കം കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തെയും അല്പം ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്.